UTUC ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന സമ്മേളനം നടത്തി. KMML കമ്പനിക്ക് മുന്നിലായിരുന്നു മെയ് ദിന സമ്മേളനം നടത്തിയത്. UTUC ചവറ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് KMML കമ്പനി പടിക്കൽ മെയ് ദിന സമ്മേളനം നടത്തിയത്. RSP സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. അമേരിക്കയിലെ ചിക്കാഗോയിൽ ഹേ മാർക്കറ്റിൽ തൊഴിലാളികൾ സമാധാനപരമായി സംഘടിപ്പിക്കപ്പെട്ടപ്പോൾ ആ സമാധാനപരമായ യോഗത്തിലേക്ക് പോലീസ് നടത്തിയ നരനായാട്ടിൽ എത്രയോ പേരാണ് ജീവഹാനി ഏൽക്കേണ്ടി വന്നത്. ആ ഓർമ്മയ്ക്കാണ്, ആ കൊടും ക്രൂരതയ്ക്കെതിരായിട്ടാണ് മെയ് ദിനമായി നമ്മൾ മെയ് 1 ആചരിക്കുകയും ഓർമ്മ പുതുക്കുകയും തൊഴിലാളിയുടെ അവകാശ പോരാട്ടങ്ങളെക്കുറിച്ച് അടിസ്ഥാനപരമായി തൊഴിലാളിയും സമൂഹം ഓർത്തിരിക്കണമെന്ന് പ്രഖ്യാപിക്കുകയും 8 മണിക്കൂർ ജോലി, 8 മണിക്കൂർ വിനോദം, 8 മണിക്കൂർ വിശ്രമം എന്നുള്ളത് അടിസ്ഥാനപരമായ തൊഴിലാളിയുടെ അവകാശമാണെന്ന് ബോധ്യപ്പെടുത്തുന്ന അധികാര കേന്ദ്രങ്ങളെ ശക്തമായി താക്കീത് കൊടുത്ത് ഓർമ്മപ്പെടുത്തുന്ന ഒരു ദിനം കൂടിയാണിത്. പഴയ തൊഴിലാളിയല്ല, തൊഴിലാളിക്ക് കാലാനുസൃതമായ പരിഷ്കാരം ഉണ്ടായിട്ടുണ്ട്, കാലാനുസൃതമായ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ മാറ്റങ്ങളൊന്നും കൊണ്ടുകൊണ്ടിരുന്നപ്പോൾ ഉൾവിളി ഉണ്ടായി ലഭ്യമായ ഒന്നല്ല, പോരാട്ടങ്ങൾ കൂടി സംഘടിപ്പിക്കപ്പെട്ടതെന്നാണ്. ഇവിടെ നിന്ന് KMML പടിക്കൽ നിന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും കോടിക്കണക്കിന് ഉറുപ്പിക നികുതിയായി സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്ക് കൊടുക്കുന്ന മനോഹരമായ ഏറെ തൊഴിലാളികൾ പണിയെടുക്കുന്ന ഈ സ്ഥാപനത്തിന് മുന്നിൽ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും നാം മനസ്സിലാക്കേണ്ട ഒന്ന് എന്താണ്? എങ്ങനെയാണോ ഈ KMML ആദ്യം ഉണ്ടായിരുന്നത്? KMMLന്റെ മാറ്റം എങ്ങനെയാണ് അനുഭവവേദ്യമായത്? എങ്ങനെയാണ് തൊഴിലാളി സംരക്ഷിക്കപ്പെട്ടത്? തൊഴിലാളി എങ്ങനെയാണ് സുരക്ഷിതമായത്? ഇതെല്ലാം പോരാട്ടങ്ങളുടെ ഭാഗമായാണ്. ആ പോരാട്ടങ്ങളുടെ മുൻനിരയിൽ ഉണ്ടായിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ പേരാണ് RSP എന്നുള്ളത് ആരും വിസ്മരിക്കപ്പെടേണ്ട സംഗതിയല്ല. ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ തൊഴിലാളി വിരുദ്ധ സമീപനത്തിന് ഉദാഹരണമാണ് പുതിയതായി നിലവിൽ വന്ന ലേബർ കോഡുകളെന്ന് അദ്ദേഹം പറഞ്ഞു. തൊഴിലാളികളുടെ അവകാശങ്ങൾ നിഷേധിക്കുന്നതും കോർപ്പറേറ്റുകൾക്ക് സഹായകരമാകുന്ന രീതിയിൽ അത് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. RSP സംസ്ഥാന കമ്മിറ്റി അംഗം കോക്കാട്ട് റഹീം അധ്യക്ഷത വഹിച്ചു. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് ജസ്റ്റിൻ ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. മനോജ് മോൻ, അനൂപ്, സുനിൽകുമാർ, സാബു നീണ്ടകര, HA ലത്തീഫ്, സന്തോഷ് കുമാർ, പാലോട്ട് രമേശ്, അനിൽകുമാർ, മോഹനൻ പിള്ള, ഖാൻ സുനിത, ശിവൻകുട്ടി, തയ്യിൽ പ്രദീപ്, സാലു, സന്തോഷ്, വിമൽ, സജയപ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചവറ.